ഡിജിറ്റൽ ഓഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിജിറ്റൽ ഓഡിയോസിന്റെ ഒരു നല്ലൊരു ഹൈ എൻഡ് സെഗ്മെന്റിൽ വരുന്ന വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയർ നമുക്ക് നോർമലി എനിക്കിവിടെ നല്ല പോലെ മൂവ്മെന്റ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഞാനിവിടെ ഓട്ടോയിലേക്കും അതേപോലെ തന്നെ ടൂറിസ്റ്റർ അങ്ങനെയുള്ള വണ്ടികളിലേക്കൊക്കെ കൊടുക്കുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിന് നമ്മൾ ഈ വട്ടൊരു ബ്ലാക്ക് മാറ്റ് വിത്ത് ഗ്ലാസ് വരുന്ന ഒരു അക്രിലിക് പാനലാണ് നമ്മൾ ഈ വട്ടം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്രിലിക് പാനൽ ഞാൻ ഈ മോഡല് ഞാനൊരു മാർക്കറ്റിൽ ഒരു ആംപ്ലിഫയർ കണ്ടതാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ മോഡൽ അടിച്ചത്. അപ്പോൾ ഈ മോഡല് കാണാൻ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഈ ആംപ്ലിഫയർ നമ്മൾ ഒരു നല്ലൊരു ഹൈ എൻഡ് റേറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ബഡ്ജറ്റ് റേഞ്ചിൽ ഇട പറയണത് അതേപോലെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്നും പറയാനുള്ള പോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ഓഡിയോസിന്റെ ഒരു ഹൈ എൻഡ് സെഗ്മെന്റിൽ വരുന്ന DC 2.1 ആംപ്ലിഫയർ ആണ്. അപ്പം നേരെ നമുക്ക് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു വോളിയം കൺട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലെഫ്റ്റ് റൈറ്റിന്റെ വോളിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ പവർ സ്വിച്ച് വരുന്നത്. പവർ സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ USB മൊഡ്യൂള് ഈ വട്ടം നമ്മൾ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ലുക്കാണ് നമുക്ക് ആംപ്ലിഫയർ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആംപ്ലിഫയറിന്റെ ഒരു ലുക്ക് നമുക്ക് ഫീൽ. പിന്നെ ഇവിടെ വരുന്നത് ബേസിന്റെ കൺട്രോളാണ്, പിന്നെ ട്രിബിള്, പിന്നെ സബിന്റെ ഗെയിന്. അങ്ങനെയാണ് നമ്മളിവിടെ കൺട്രോളുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാസ്റ്റർ വോളി അല്ല, ഇത് ലെഫ്റ്റ് റൈറ്റിന്റെ വോളി മാത്രമാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് ഇതിന്റെ കമ്പോണന്റ് ഡീറ്റെയിൽസ് കാണാം. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഈ ആംപ്ലിഫയറിന്റെ പവർ ആമ്പിൽ വന്നിട്ടുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ ഈ ആംപ്ലിഫയർ നമ്മളിവിടെ കോമൺ ആയിട്ട് കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ 4 ohmസിലുള്ള 4 സ്പീക്കറുകളും അതല്ലെങ്കിൽ 8 ohmസിലുള്ള 2 8-inch ഊഫറുകളും ഇതിന് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ലോഡ് ചെയ്യാം. പിന്നെ ഈ ആംപ്ലിഫയറിൽ നമുക്ക് സബ് ഊഫറുകളായിട്ട് JBL, സോണി, ഇൻഫിനിറ്റി, ഓഡിറ്റർ, അതുപോലെ പൈനിയർ ഈ വക സബ് ഊഫറുകളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഇത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള 2.1 ആംപ്ലിഫയർ ആണ്. അതായത് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ SMPS പരിചയപ്പെടാം. SMPS നമുക്ക് നല്ല രീതിയിൽ തന്നെ ആംബിയർ എടുക്കുന്ന ഒരു SMPS ആണ് നമ്മൾ ഈ വട്ടം ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 15 ആംബിയറിന് മുകളിലേക്ക് ഈ ഐറ്റം എടുക്കും. അപ്പോൾ അത്രയും ആംബിയർ റേറ്റിംഗ് ഉള്ള ഒരു SMPS ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഈ പവർ ആമ്പിൽ നിന്ന് കിട്ടണം. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു SMPS ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി 200 വാട്ട്സിന് മുകളിലേക്ക് ഈ ആംപ്ലിഫയർ പവർ എടുക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഹീറ്റ് സിങ് നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഓഡിയോസിൻ്റെ ഐറ്റംസ് ആണ് ഇതിലിരിക്കുന്നത് ഫുള്ള്. നമ്മളൊന്നും തന്നെ പുറത്തുനിന്ന് മേടിച്ച ഐറ്റംസ് ഇല്ല. അപ്പോൾ ഈ സബ് പ്രീം നമ്മൾ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിനാണ് നമ്മൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ഫ്രീക്വൻസിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല JBLന്, ഇൻഫിനിറ്റി, സോണിയൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ആംപ്ലിഫയറിനെ നമ്മൾ മാച്ച് ആക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു സപ്രീ വെച്ചിട്ട് ഈ പവർ ആമ്പിനെ മാച്ച് ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ LA4440 ആണ് ഇവിടെ ചാനലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചാനൽ ബോർഡിൽ നമ്മൾ ഇതുവരെ ഇത് ചെയ്തതിന് അപ്പുറത്തേക്കുള്ള, അതായത് ഇത്ര നാൾ നമ്മൾ ചെയ്തതിന് അപ്പുറത്തേക്കുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള നല്ലൊരു ഓൾട്രേഷൻ ഈ ബോർഡിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പവർ സപ്ലൈ സൈഡിലായാലും ഇതിൻ്റെ പവർ ആംപ്ലിഫയർ നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാസ് ട്രബിൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസും ട്രബിളും നമ്മൾ വേറെ രീതിയിലാണ് ഇത്ര നാൾ നമ്മൾ ചെയ്തായിരുന്ന ഒരു ടൈപ്പിലല്ല നമ്മൾ ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു സ്മൂത്ത് ബാസ് നമുക്ക് ചാനലിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഓഡിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതെങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുള്ളത്. അതുപോലെ തന്നെ ട്രബിളായാലും ഒരു ചീറാത്ത അടയ്ക്കണ രീതിയിലുള്ള ഒരു ട്രബിൾ അല്ലാണ്ട് ശരി നൈസായിട്ടുള്ളൊരു ട്രബിൾ വരുന്ന രീതിയിൽ ഇതിൽ മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാനലൊക്കെ നല്ല അസാധ്യ പെർഫോമൻസ് ആണ്. ഇപ്പോൾ സബൂഫറിനും ചാനലിനും നല്ലൊരു മിക്സിങ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല സ്റ്റീരിയോൻ്റെ ഉള്ളിൽ കൂടെയാണ് സബൂഫർ വന്നിട്ട് പഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ ഈ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടും.
അപ്പോൾ നമ്മുടെ ഈ ആമ്പ് ചെയ്തുകൊണ്ടവർക്കൊക്കെ അറിയാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും ഒരു എയർ ബസ്സൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഈ ആംപ്ലിഫയറിന്. ഒരു എയർ ബസ് ട്രാവലറൊക്കെ നമ്മൾ ലോങ്ങിൽ നിന്ന് വരുമ്പോൾ കേൾക്കണം അതേ എഫക്റ്റാണ്. നിങ്ങൾ ട്യൂബ് വയ്ക്കുക, ബോക്സ് വയ്ക്കുക, ഏത് വെച്ചാലും ഈ ആംപ്ലിഫയർ മാച്ചാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ആംപ്ലിഫയർ കുറേ പേര് യൂട്യൂബ് വഴി തന്നെ വന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ നല്ല പോലെ അറിയാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ, കോഴിക്കോട്, മലപ്പുറത്തുള്ള ആംപ്ലിഫയറുകളുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ആംപ്ലിഫയർ റേറ്റ് കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓൾട്ടർ ചെയ്യാൻ വന്നിട്ടുള്ള ആമ്പുകൾ എനിക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ ആ ആംപ്ലിഫയറുകൾ ഞാൻ വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം അതിലൊക്കെ അവരുടെ പേര് ഉള്ളിൽ ബോർഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾട്ടർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4440 നമുക്ക് 4 ohmsൻ്റെ 4 സ്പീക്കറുകൾ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പീക്കർ സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാനലായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ലെഫ്റ്റോ റൈറ്റിൽ നിങ്ങൾക്ക് 2 സ്പീക്കർ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് 4 സ്പീക്കറുകൾ ഈ ആംപ്ലിഫയറിൽ കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ടൂറിസ്റ്റർ വണ്ടിയിൽ 4 ohmsൻ്റെ ഓവൽ സ്പീക്കർ വെച്ചിട്ട് ഈ ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 സ്പീക്കർ സീരീസ് ചെയ്ത് 8 ohms ആക്കി, അങ്ങനെ ലെഫ്റ്റും റൈറ്റും 2 ഇതിലാക്കിയിട്ട് ഒരു JBL സപ്പോർട്ടിട്ടാണ് നമ്മൾ ആ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ല അസാധ്യ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മളിതിൽ സ്പീക്കർ ഔട്ട്പുട്ട് ആയാലും നമ്മുടെ സബ്-വൂഫറിൻ്റെ ഔട്ട്പുട്ട് ആയാലും ഒക്കെ വയറുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ കണക്ടറുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വയറുകൾ തന്നെയാണ് മെയിനായിട്ട് ഔട്ട്പുട്ടായിട്ട് ഇടാറ്. പിന്നെ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ 8mm DC വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. DC കേബിളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാറ്. എല്ലാത്തിലും തന്നെയാണ് ഉപയോഗിക്കുന്നത്. 6mm 8mm ആണ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇവിടെ ചൂസ് ചെയ്യാറ്. പിന്നെ ഇത് ഇഗ്നീഷ്യൻ വയറാണ്. പിന്നെ ഇതാണ് എർത്ത് വരുന്നത്. പിന്നെ ഇതിൽ കൂളർ ഫാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് എയർ ഇന്ന ടൈപ്പാണ് കൂളർ ഫാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് കേൾക്കാം, എന്നിട്ട് പറയുക ആംപ്ലിഫയർ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഓഡിയോ ടെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൽ സബിൻ്റെ കൺട്രോൾ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചാനലുകൾ ചെക്ക് ചെയ്യാം. तूने जो वो तेरी बूट पे टाइट बेबी जैसे मेरा फ्लो बेबी गॉड डैम तू है 100 बाकी एवरेज तो खन 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 के वेक वेक के चेहरा मेरा दिल ये धक धक धड़के इतनी कराओ लग तेरे लिए ना बात तेरी मेरी ना टाइट पे है तो क्यों खाती भाव और दस की हर वो चीज लगे सेक्सी तो बाकियों को लगती है फ्लॉ बेबी लेट्स गो ഈ ആംപ്ലിഫയറിൽ സബ്-വൂഫറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് ചാനലും സബ്-വൂഫറും രണ്ടും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഔട്ട്പുട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചു തരാം. मुझको बता मेरे बिना तू क्या करेगी किसकी बाहों में रखी को थोड़ी में गला दिलाली नु मेकअप दी कोई लोड़ नहीं फुल गुलाब दी उड़ने जनाब दी ഇപ്പോൾ നമ്മുടെ ഈ 2.1 ആംപ്ലിഫയറിന് ഞാനിവിടെ കൊടുക്കുന്നത് 6500 നമ്മളിവിടെ കോസ്റ്റ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു ആംപ്ലിഫയറാണ്,
നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ വിത്ത് നമുക്ക് സബ് എല്ലാം കൂടി കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയറാണ്. നമ്മൾ മാർക്കറ്റിലുള്ള ആംപ്ലിഫയറായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട. ആനും ചേനയും പോലത്തെ വലിയൊരു വ്യത്യാസം തന്നെയുണ്ട് ഓഡിയോയിൽ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട. അപ്പം അത്രയും പെർഫോമൻസ് ഉള്ള ഒരു ആമ്പാണ്. അപ്പം നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.